ബൈപാപ്പ് മെഷീൻ അഥവാ ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീൻ. ഇത് ശ്വാസകോശങ്ങളിൽ ഉയർന്ന മർദ്ദത്തിലുള്ള വായു പമ്പ് ചെയ്ത് നൽകുന്ന ഒരു ഉപകരണമാണ്. ബൈപാപ്പ് മെഷീൻ 2 വ്യത്യസ്തമായ പ്രഷർ നിലനിർത്തുന്നു. ഒന്നാമത്തേത് ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ ഇൻസ്പിറേറ്ററി പ്രഷർ അഥവാ ഐപാപ്പ്. രണ്ടാമത്തേത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എക്സ്പിറേറ്ററി പ്രഷർ അഥവാ ഇപാപ്പ്. ബൈപാപ്പ് മെഷീൻ്റെ ഭാഗങ്ങൾ. 1. ബൈപാപ്പ് മെഷീൻ. ഇത് പ്രധാനമായും 2 ഭാഗങ്ങൾ ഇതിനുണ്ട്. ഒന്നാമത്തേത് മെയിൻ യൂണിറ്റ്. രണ്ടാമത്തേത് ഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റ്. ബൈപാപ്പ് മെഷീൻ്റെ മെയിൻ യൂണിറ്റും ഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റും വേർപെടുത്തുന്നതിന് വേണ്ടി ബാക്ക് ഭാഗത്ത് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വേർപെടുത്താം. ബാക്ക് ഭാഗത്ത് നമുക്ക് ഫിൽട്ടർ കാണാം. ഫിൽറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സ്പോഞ്ച് മാസത്തിൽ 1 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കുക. ബൈപാപ്പ് മെഷീൻ്റെ ബാക്ക് ഭാഗത്ത് മെമ്മറി കാർഡ് നമുക്ക് കാണാം. ഹോസ് പൈപ്പ്. ഇത് മെഷീനും മാസ്കും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫേസ് മാസ്ക്. മെഷീനിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡാപ്റ്ററും കോഡ് വയറും. ആദ്യമായി ഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റ് തുറന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ അളവിൽ വെള്ളം ഒഴിക്കുക. മിനിമത്തിനും മാക്സിമത്തിനും ഇടയിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം ഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റ് അടച്ചു വെക്കുക. മെഷീനോടൊപ്പം ലഭിക്കുന്ന DC അഡാപ്റ്ററിൻ്റെ കേബിൾ പരന്ന ഭാഗം താഴേക്ക് വരുന്ന രൂപത്തിൽ ബൈപാപ്പ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുക. ഹോസ് പൈപ്പ് ഹ്യൂമിഡിഫിക്കേഷൻ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഹോസ് പൈപ്പിൻ്റെ മറ്റേ അറ്റം മാസ്കിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം പവർ കോഡിൻ്റെ അറ്റം അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. പ്ലഗ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്താൽ അഡാപ്റ്ററിൽ ഇൻഡിക്കേറ്റർ ഓൺ ആവുന്നത് കാണാം. അതുപോലെ മെഷീനിൽ ഡിസ്പ്ലേ ഓൺ ആവുന്നത് കാണാം. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വിധം. മെഷീനിൽ പ്രധാനമായും 3 കൺട്രോൾ ബട്ടണുകൾ കാണാം. ഒന്നാമത്തേത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ബട്ടൺ, സെറ്റിംഗ്സ് ബട്ടൺ, അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. മെഷീൻ ഓൺ ആക്കുന്നതിനായി പവർ ബട്ടൺ സ്വിച്ച് ഓൺ ചെയ്യുക. സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മോഡ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ റൊട്ടേറ്റ് ചെയ്യുക. അതിൽ ബൈപാപ്പ് ST മോഡാണ് കൂടുതലായും ഉപയോഗിക്കാറുള്ളത്. ബട്ടൺ പ്രസ് ചെയ്ത് ST മോഡ് സെലക്ട് ചെയ്യുക. ബൈപാപ്പ് ST മോഡിൽ നമുക്ക് സ്റ്റാർട്ട് ഇപാപ്പ്, ഇപാപ്പ്, ഐപാപ്പ് തുടങ്ങിയ 3 സെറ്റിങ്സ് കാണാം. നോബ് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ഇപാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്റ്റാർട്ട് ഇപാപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നോബ് തിരിച്ച് ഇപാപ്പ് സെറ്റ് ചെയ്യുക. ഇപാപ്പ് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് തിരിച്ച് ആവശ്യമുള്ള അളവിലേക്ക്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം തന്ന അളവിലേക്ക് ഇപാപ്പ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഐപാപ്പ് സെറ്റ് ചെയ്യുക. ശേഷം ഏറ്റവും താഴെയുള്ള ബാക്ക് ബട്ടൺ സെലക്ട് ചെയ്ത് മെയിൻ വിൻഡോയിലേക്ക് വരാം. അതിനുശേഷം പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ സെറ്റിങ്സ് നമുക്ക് സ്ക്രീനിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ മെഷീനിൽ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നതാണ്. അടുത്തതായി ഹ്യൂമിഡിഫിക്കേഷൻ സെറ്റിങ്സ് ചെയ്യുന്നതിന് വേണ്ടി മെഷീൻ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ആയതിനു ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമിഡിഫിക്കേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹ്യൂമിഡിഫിക്കേഷൻ ആവശ്യമുള്ള അളവിൽ നോബ് തിരിച്ച് സെറ്റ് ചെയ്യുക. ബൈപാപ്പ് ഫേസ് മാസ്ക് ശരിയായ രൂപത്തിൽ രോഗിയുടെ മുഖത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം
മെഷീൻ ഓൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ബൈപാപ്പ് മെഷീൻ്റെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറുടെ സഹായം തേടുക. എസ്ക്യൂർ ബൈപാപ്പ് മെഷീൻ ആണിത്. 2 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. എസ്ക്യൂർ ബൈപാപ്പ് മെഷീൻ്റെ കേരളത്തിലെ അംഗീകൃത വിതരണക്കാരാണ് കേരള ഹെൽത്ത് മാർട്ട്. ഈ മെഷീൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കേരള ഹെൽത്ത് മാർട്ടുമായി ബന്ധപ്പെടുക.